നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ സംഭവങ്ങളെല്ലാം ഈ വരാനിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും ഒഴുകാനിരിക്കുന്ന കൂദാശകളുടെ എല്ലാം ഒരു മുൻ അവതരണങ്ങളായിരുന്നു ആ സംഭവങ്ങളെല്ലാം. 5 അപ്പം കൊണ്ട് 5000 പേര്, മനസ്സിലായോ? അപ്പോൾ ഈ അപ്പം വർദ്ധിപ്പിച്ചതെല്ലാം അന്നത്തെ എത്ര കണക്ഷനാണ്. ഒരു വശത്ത് അത് ഇസ്രായേൽക്കാരെ മന്ന ഭക്ഷിച്ചതിൻ്റെ അടയാളമാണെങ്കിൽ മറുവശത്ത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം നൽകുന്ന വിശുദ്ധ കുർബാനയാണത്. അപ്പോൾ ഈ കണക്ഷൻസ് കണ്ടോ ഇങ്ങനെ, ഒന്ന് പഴയ നിയമത്തിലെ ചരിത്രത്തിൻ്റെ കണക്ഷൻ, മറ്റൊന്ന് യേശു സംഭവത്തിലുള്ളത്, മറ്റൊന്ന് ഇന്ന് നമ്മൾ കൂദാശകളിലൂടെ അനുഭവിക്കുന്നത്. നമുക്ക് ഇപ്പോൾ തൽക്കാലം നിർത്താം ഇല്ലേ? എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് 9 മണിക്ക് വരണം എല്ലാവരും. 9 മണി മുതൽ 10 മണി വരെ ഇതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻ, അതുമ്പോൾ നിർത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം, അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് രാവിലെ കുർബാനയ്ക്ക് വരുന്നത്. ഇതെല്ലാം ഓർത്തുകൊണ്ട് രാവിലെ നമ്മൾ ഈ ബലിയർപ്പണത്തിന്, ഈ റാസ കുർബാനയ്ക്ക് നമ്മൾ വന്നിട്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ റാസ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളായിരിക്കും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഏതെല്ലാം പോയിന്റുകളാണ് അതിലുള്ളതെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് നന്ദി പറയാം. കർത്താവേ നന്ദി, കർത്താവേ പരിശുദ്ധാത്മാവേ നന്ദി. ഈ വലിയ രഹസ്യങ്ങളെക്കുറിച്ച്, ഈ വിസ്മരണീയമായ രഹസ്യങ്ങളെക്കുറിച്ച്, ഈ അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഈ റാസ കുർബാന ഒരു വലിയ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്ന വലിയ അനുഭവമാണ്. ആ സ്വർഗീയമായ ആരാധന, സ്വർഗത്തിൽ ആരാധിക്കുന്ന ഒരു ആരാധനാക്രമം നമ്മളിവിടെ ഭൂമിയിൽ ആരാധിച്ച് ശരിക്കും സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ദൈവമേ, ഇന്ന് ഞങ്ങളെല്ലാവരും കുമ്പസാരിച്ച് വളരെ ഒരുങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മുഴുവൻ ഉൾക്കാഴ്ചകളും ഇതിൻ്റെ പുതിയ രഹസ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അങ്ങ് സഹായിക്കണേ. പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഭക്ഷണം കഴിച്ച് വരാം.